Good afternoon all. Today we are going to discuss about the sampling design. A sample design is a definite plan for obtaining a sample from a given population. It refers to the technique or the procedure the researcher would adopt in selecting items for the sample. Sample design methods generally refer to the techniques used to select sample units for measurement. Example, select individuals from a population or location to sample within a study area. അപ്പോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസർച്ചിനകത്ത് ഏറ്റവും ആവശ്യമായിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കിണറ്റിലെ വെള്ളം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കില്ലേ. അപ്പോൾ നമ്മൾ കിണറ്റിലെ വെള്ളം മൊത്തത്തിൽ അങ്ങോട്ട് കോരി കൊണ്ടുപോകാം ഇല്ലല്ലോ. നമ്മളൊരു ടെസ്റ്റ് ട്യൂബിനകത്തോ അല്ലെങ്കിൽ ഒരു കുപ്പിക്കകത്തോ എടുത്തിട്ട് അത്രയും വെള്ളമാണ് നമ്മൾ ആ മൊത്തം വെള്ളത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു റെപ്രസെൻറ്റേറ്റീവ് പോലെ നമ്മൾ അത്രയും വെള്ളത്തിനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിനാണ് നമ്മൾ സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് റിസർച്ച് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ലോകത്ത് എന്താ കുഷ്ഠരോഗത്തിനുള്ളൊരു മരുന്ന് കണ്ടുപിടിക്കാൻ പോകാൻ വിചാരിക്കുക. അപ്പോൾ നമ്മൾ കുറേ കുഷ്ഠരോഗികളുണ്ട്. അപ്പോൾ നമുക്ക് ലോകത്തുള്ള എല്ലാ കുഷ്ഠരോഗികളെയും വിളിച്ച് നമുക്ക് ഈ മരുന്ന് കൊടുത്തിട്ട് എന്താ അത് ഇഫക്റ്റീവ് ആണെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനകത്തുനിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തുനിന്നോ ഇല്ലെങ്കിൽ ഇപ്പോൾ ഓരോ രാജ്യത്തു നിന്നും 1-2 പേരെ വെച്ച് മാത്രമായിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവരെ ഒരു എന്താ പറയുക ഈ മൊത്തം പോപ്പുലേഷൻ്റെ ഒരു സാമ്പിളായിട്ട് ഇവരെടുക്കും. അതിനാണ് നമ്മൾ എന്താ പറയുക സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. കുറേ ഒരു കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അതിനെല്ലാത്തിനും കൂടെ റെപ്രസെൻറ്റ് ചെയ്ത് ഒരു ചെറിയ പോർഷൻ മാത്രം എടുക്കുന്നതിനാണ് നമ്മൾ സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുമ്പോൾ അപ്പോൾ അതിന് മെയിനായിട്ട് എന്താ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പോൾ സാമ്പിളിംഗ് ഡിസൈൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ മസ്റ്റ് റിമെമ്പർ ദാറ്റ് 2 costs are involved in a sampling analysis. The cost of collecting data and the cost of an incorrect inference resulting from the data. ഇപ്പോൾ 2 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഉണ്ടാകുന്നത്. കോസ്റ്റ് ഓഫ് കളക്റ്റിംഗ് ദ ഡാറ്റ, രണ്ടാമത്തെ കോസ്റ്റ് ഓഫ് ആൻ ഇൻകറക്റ്റ് ഇൻഫറൻസ് റിസൾട്ടിങ് ഫ്രം ദ ഡാറ്റ. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക്. ഇപ്പോൾ നമ്മൾ കിണറ്റിലെ വെള്ളം എടുക്കുന്നതിന് പകരം നമ്മൾ പൈപ്പ് വന്നെടുക്കുക. അപ്പോൾ നമ്മളെടുത്തപ്പോൾ ചിലപ്പോൾ അത് പൈപ്പ് വെള്ളമായിരിക്കും. നമ്മൾ എന്താ പറയുക പൈപ്പ് ലൈനിൽ കൂടെ വലിച്ച് വരുന്ന വെള്ളമായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ എന്ത് പറ്റി? അപ്പോൾ നമ്മളെടുത്തത് കിണറ്റിലെ വെള്ളമല്ല. നമ്മൾ കിണറ്റിലെ വെള്ളമെന്ന് വിചാരിച്ച് നമ്മൾ കൊണ്ടുപോയി ടെസ്റ്റിന് കൊണ്ടുപോകും. അപ്പോൾ അതെന്താണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തതിനകത്തുള്ള പ്രശ്നമാണ്. പിന്നെ കോസ്റ്റ് ഓഫ് ഇൻകറക്റ്റ് ഇൻഫറൻസ്. ഇപ്പം നമ്മളൊരു കളക്ട് ചെയ്ത ഡാറ്റേനെ നമ്മൾ അനലൈസ് ചെയ്ത മെത്തേഡ് ശരിയായില്ലെങ്കിൽ എന്ത് പറ്റി? അപ്പോഴും ഒരു മിസ്റ്റേക്ക് പറ്റി. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് റിസർച്ചിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ സാമ്പിളിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ റിസർച്ചർ മസ്റ്റ് കീപ്പ് ഇൻ വ്യൂ ദ 2 causes ഓഫ് ഇൻകറക്റ്റ് ഇൻഫറൻസസ്: സിസ്റ്റമാറ്റിക് ബയസ് ആൻഡ് സാമ്പിളിംഗ് എറർ. A systematic bias results from errors in the sampling procedures and it cannot be reduced or eliminated by increase in the sample size. At best, the causes responsible for these errors can be detected and corrected. അപ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 തരത്തിലുള്ള നമ്മൾ പറഞ്ഞല്ലോ 2 പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ സിസ്റ്റമാറ്റിക് ബയസും സാമ്പിളിംഗ് എറർന്നും കൊണ്ട് 2 കാര്യങ്ങളുണ്ട്. സിസ്റ്റമാറ്റിക് ബയസ് വരുന്ന എപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെടുത്ത സാമ്പിളിങ്ങിനകത്ത് വന്ന മിസ്റ്റേക്ക് കൊണ്ട് വന്നതാണ്. നമ്മളെടുത്ത് എന്താ കിണറ്റിലെ വെള്ളത്തിന് പകരം നമ്മൾ പൈപ്പ് വെള്ളം കൊണ്ടുപോയി. അപ്പോൾ അതെന്താ അത് നമുക്ക് ഒരിക്കലും തിരുത്താൻ പറ്റില്ല. ആ ഒരു മിസ്റ്റേക്ക് നമ്മുടെ കണക്ക് റിസർച്ച് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യണ വരെ ആ ഒരു മിസ്റ്റേക്ക് അതിനകത്ത് തന്നെ ഉണ്ടാവും. നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം നമ്മൾ ഒരു കിണറ്റിലെ വെള്ളം മൊത്തത്തിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പകരം നമ്മൾ എന്തെടുത്തു? ഒരു ടെസ്റ്റ് ട്യൂബിനകത്തോ അല്ലെങ്കിൽ ഒരു കുപ്പിക്കകത്തോ എടുത്തു. അപ്പോൾ ആ ഒരു ഇതിനകത്തുള്ളത് മാത്രമാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ഉപരിതലത്തിലുള്ള വെള്ളം മാത്രം എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നു വിചാരിക്കാം. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ നമ്മളെന്താ ഇച്ചിരി താഴ്ത്തുന്ന ലെവലിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ വെള്ളം എടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും എന്താ പറയുക ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്നല്ല മീഡിയം ലെവലിൽ നിന്നും ഏറ്റവും താഴത്തെ ലെവലിൽ നിന്നൊക്കെ നമ്മൾ വാട്ടർ എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ആദ്യം ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഇത് ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരു 500 ആൾക്കാർക്ക് ഇപ്പോൾ ഒരു കുഷ്ഠരോഗം അല്ലെങ്കിൽ പ്രശ്നമുള്ള ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചു. അതിൽ നമ്മൾ 10 പേരെ വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ഒരു റിസൾട്ട് നോക്കി അപ്പോൾ നമ്മളത് 10 പേരുടെ വെച്ച് നോക്കിയിട്ട് നമുക്ക് 500 പേർക്ക് ജനറലൈസ് ചെയ്ത് നമ്മൾ പറഞ്ഞു. 10 പേർക്ക് ചെയ്തപ്പോൾ എഫക്റ്റീവാണ്. അപ്പോൾ 500 പേർക്കും എഫക്റ്റീവാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിലും എഫക്റ്റീവ് ഇപ്പോൾ നമ്മൾ 500 പേരിൽ ഒരു 250 പേരെടുത്തെന്ന് വിചാരിക്കുക. പകുതി പേരെ നമ്മളെടുത്തു. അപ്പോൾ എന്താ നമ്മുടെ സാമ്പിളിംഗ് സൈസ് കൂടി. അപ്പോൾ സാമ്പിളിംഗ് സൈസ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് അത്രയും ഉറപ്പിച്ച് പറയാം 500 പേർക്കും എഫക്റ്റീവ് ആയിരിക്കും. 10 പേർക്ക് എഫക്റ്റീവ് ആയതുകൊണ്ട് 500 പേർക്ക് എഫക്റ്റീവ് ആയെന്ന് പറഞ്ഞേക്കാളും നല്ലതല്ലേ 250 പേർക്ക് എഫക്റ്റീവ് ആയതുകൊണ്ട് 500 പേർക്ക് എഫക്റ്റീവ് ആയെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഈ ഇറർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റാവുന്ന
കാര്യങ്ങൾ. പിന്നെ ഇതാ അപ്പോൾ ഫസ്റ്റത്തെ നമ്മളെന്താ ഇപ്പോൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇൻഅപ്രോപ്രിയേറ്റ് സാമ്പിളിംഗ് ഫ്രെയിം. ഇഫ് ദ സാമ്പിളിംഗ് ഫ്രെയിം ഈസ് ഇൻഅപ്രോപ്രിയേറ്റ്, ദാറ്റ് ഈസ് എ ബയസ്ഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ യൂണിവേഴ്സ്, ഇറ്റ് വിൽ റിസൾട്ട് ഇൻ എ സിസ്റ്റമാറ്റിക് ബയസ്. അപ്പോൾ നമ്മൾ ഇൻഅപ്രോപ്രിയേറ്റ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിൽ കുട്ടികളെടുത്ത് ഇപ്പോൾ 50 പേരുണ്ട്. 50 പേര് നമ്മൾ 5 പേര് നമുക്ക് ഇഷ്ടമുള്ള 5 പേരെ വിളിച്ചിട്ട് നമ്മൾ ചോദിച്ചു, നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് വേണോ ഓഫ്ലൈൻ ക്ലാസ് വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഓൺലൈൻ ക്ലാസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അപ്പോൾ നമ്മൾ വിചാരിക്കും 50 പേരുടെയും അഭിപ്രായം ഇതാണ്, ഓൺലൈൻ ക്ലാസ് വേണമെന്ന്. പക്ഷേ നമ്മൾ ഈ തീരുമാനം നടപ്പിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് പറ്റും, ബാക്കി ഒരു 40 പിള്ളേർ പറയും ടീച്ചറെ അല്ലെങ്കിൽ മിസ്സേ സാറേ ഞങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ് മതി എന്ന് പറയും. അപ്പോൾ എന്ത് പറ്റി, അവിടെ ബയസ് വന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻഅപ്രോപ്രിയേറ്റ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിഫക്റ്റീവ് മെഷറിംഗ് ഡിവൈസ്. ഇഫ് ദ മെഷറിംഗ് ഡിവൈസ് ഈസ് കോൺസ്റ്റൻ്റ്ലി ഇൻ എറർ, it will result in systematic bias. In survey work, systematic bias can result in if the questionnaire or the interviewer is biased. Similarly, if the physical measuring device is defective, there will be systematic bias in the data collected through such a measuring device. Okay. ഇപ്പോൾ നമ്മൾ എന്താ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോൾ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്ന കാര്യം തന്നെ എടുക്കാം. അപ്പോൾ മരുന്ന് കണ്ടുപിടിക്കുന്ന കാര്യം നമ്മളിപ്പോൾ ഓരോ രാജ്യത്തു നിന്നും നമ്മൾ 2-3 ആൾക്കാരെ വെച്ചാൽ ചെയ്യിക്കുന്നത്. അപ്പോൾ നമ്മൾ ആൾക്കാരെ ഇങ്ങോട്ട് വരുത്തുന്നില്ല. അവിടെ നമുക്ക് അവിടെ കുറച്ച് ആൾക്കാരുണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അവരോട് പറയും ഇന്ന ആൾക്കാരുടെ BP ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന ആൾക്കാരുടെ എന്താ പറയുക BP തന്നെ ഇരിക്കട്ടെ, BP ചെക്ക് ചെയ്യാൻ പറഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറ്റും, ഇപ്പോൾ ചിലപ്പോൾ അമേരിക്കയിലുള്ള ആൾക്കാർ ചിലപ്പോൾ ഡിജിറ്റലായിട്ടുള്ള നമ്മുടെ സ്പിഗ്മോമാനോമീറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ചില നാട്ടിൽ എങ്ങനെയായിരിക്കും നമ്മുടെ നോർമലായിട്ടുള്ളതായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പല സ്ഥലത്തും അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസസിൽ വെച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റി, ഈ മെഷറിംഗ് ഡിവൈസസിനുള്ള പ്രത്യേകത കൊണ്ട് തന്നെ എന്താ അതിനകത്തൊരു ബയസ് വന്നു. നമ്മൾ 2 എണ്ണത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നോക്കാം, നമ്മൾ ചില സമയത്തൊക്കെ നമ്മളൊരു ഡിവൈസിൽ നോക്കിയതായിരിക്കില്ല വേറൊരു ഡിവൈസ് എടുത്ത് നോക്കുമ്പോൾ കാണിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു ബയസും കൂടെ വരും. അപ്പോൾ അതിനാണ് നമ്മൾ ഡിഫക്റ്റീവ് മെഷറിംഗ് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൂടെ നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. അടുത്തത് നോൺ റെസ്പോണ്ടൻസ്. ഇഫ് വി ആർ അണേബിൾ ടു സാമ്പിൾ ഓൾ ദ ഇൻഡിവിജ്വൽസ് ഇനീഷ്യലി ഇൻക്ലൂഡഡ് ഇൻ ദ സാമ്പിൾ, there may arise a systematic bias. The reason is that in such a situation, the likelihood of establishing contact or receiving a response from an individual is often correlated with the measure of what is to be estimated. അപ്പോൾ ഇതെന്താ, ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ നോൺ റെസ്പോണ്ടൻസ് എന്താണ്, നമ്മളിപ്പോൾ കുറച്ച് ആൾക്കാരെ എടുത്ത് ചെയ്യിച്ച് നോക്കിയെന്ന് വിചാരിക്കാം. നമ്മളൊരു സാമ്പിൾ എടുത്തു, അപ്പോൾ അതിൽ തന്നെ കുറേ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്. നമുക്ക് എന്താ, നമ്മളിപ്പോൾ ക്വസ്റ്റ്യനെയർ കൊടുത്തു, 10 പേർക്ക് ക്വസ്റ്റ്യനെയർ കൊടുത്തു, അപ്പോൾ അതിൽ 8 പേരെ തിരിച്ചു തന്നുള്ളൂ, അപ്പോൾ 2 പേര് തന്നില്ല. അപ്പോൾ എന്ത് പറ്റി, അപ്പോൾ അതും ഒരു സിസ്റ്റമാറ്റിക് ബയസാണ്, നമ്മൾ സാമ്പിളിങ് എടുത്തതിനകത്ത് വന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതും ഇല്ലാതെ നമ്മൾ നോക്കണം, നമ്മളെല്ലാവരുടെയും റെസ്പോൺസ് നമ്മൾ എന്താ പറയുക ഉറപ്പാക്കണം, എന്നാലാണ് നമുക്കത് അത്രയും ആക്യുറേറ്റ് ആയെന്ന് നമ്മുടെ പറയാൻ പറ്റുള്ളൂ. പിന്നെ എന്താണ് ഇൻഡിറ്റർമിനൻസി പ്രിൻസിപ്പിൾ. Sometimes we find that individuals act differently when kept under observation than what they do when kept in non-observed situation. For instance, if workers are aware that somebody is observing them in course of a work study, in the basis of which the average length of time to complete a task will be determined, and accordingly the quota will be set for piecework, they generally tend to work slowly in comparison to the speed with which they work if kept unobserved. Thus, the indeterminacy principle may also be a cause of a systemic bias. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ എന്താ, നമ്മളിപ്പോൾ ഒരു കാര്യം ഇപ്പോൾ നിങ്ങളോട് ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞിട്ട് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ എന്താ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ വർത്തമാനം പറഞ്ഞിരിക്കുക, കുറച്ച് പേര് പഠിക്കുന്നത് കുറച്ച് പേര് വർത്തമാനം പറഞ്ഞിരിക്കുക, കളിക്കുകയൊക്കെയായിരിക്കും ചെയ്യേണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ടീച്ചർ വന്ന് ഇരിക്കുകയെന്ന് വിചാരിക്കുക, നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി അവിടെ കൂടി ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെ, നിങ്ങൾ തന്നെ ഇരുന്ന് ചെയ്ത പോലെ ആയിരിക്കില്ലല്ലോ നിങ്ങളപ്പോൾ വന്നിരുന്ന് ചെയ്യാം. ആൾക്കാരുള്ള സമയത്ത് വേറെ രീതിയിലായിരിക്കില്ല പെരുമാറുക. അപ്പോൾ അതിനാണ് നമ്മൾ ഇൻഡിറ്റർമിനൻസി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഇത് കാണിക്കുക, അല്ലാത്തപ്പോൾ വേറെ രീതിയിൽ ഇതാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ എന്താ പറയുന്നത്, ബെറ്ററായിട്ട് നമ്മളെ വ്യൂ ചെയ്യാൻ വേണ്ടിയില്ലെങ്കിൽ നമ്മളെക്കുറിച്ചൊരു ബെറ്റർ പെർസെപ്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അതും ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അത് ഏത് സ്റ്റഡി ചെയ്താലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ എന്താ, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്കമ്മിന് അനുസരിച്ചിട്ടായിരിക്കും ഇരിക്കേണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ പഠിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും അയാൾ വന്നിരിക്കേണ്ടാവുക, അപ്പോൾ ആ ടീച്ചർ വന്നിരിക്കേണ്ടാവുക. അപ്പം നിങ്ങൾ പഠിക്കാനായിരിക്കും നോക്കുക. നിങ്ങൾ ഒറിജിനലായിട്ടുള്ള ഇതായിരിക്കില്ല നമ്മളെടുക്കുക. നമുക്ക് വർത്തമാനം പറയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളത് അടക്കി വെച്ചിട്ട് പഠിക്കും. അപ്പോൾ അതാണ് ഇൻഡിറ്റർമിനൻസി പ്രിൻസിപ്പിളിനകത്ത് വരുന്ന കാര്യം.
അപ്പോൾ അതൊരു ബയസാണ്, നമുക്ക് നാച്ചുറലായിട്ടുള്ള ക്യാരക്ടർ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ലാസ്റ്റ്, നാച്ചുറൽ ബയസ് ഇൻ ദ റിപ്പോർട്ടിംഗ് ഓഫ് ഡാറ്റ. Natural bias of respondents in the reporting of data is often the cause of systematic bias in many inquiries. There is usually a downward bias in the income data collected by Government Taxation Department, whereas we find an upward bias in the income data collected by some social organization. People in general understate their incomes if asked about it for tax purposes, but they overstate the same if asked for social status or their affluence. Generally, in psychological surveys, people tend to give what they think is the correct answer rather than revealing their truth. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് കുറച്ച് ചെറുതായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നാച്ചുറൽ ബയസ് ഇൻ റിപ്പോർട്ടിംഗ് ഡാറ്റ. അപ്പോൾ അതായത് എന്താണ്, നമ്മൾ ടാക്സിൻ്റെ കാര്യം തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് നമുക്കുള്ള പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് പറയും, നമുക്ക് പരമാവധി കുറച്ച് കാണിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. പക്ഷേ അതേസമയം നമ്മളിപ്പോൾ വലിയൊരു സ്ഥലത്ത് പോയി വലിയ എന്താ പറയുക, വലിയ ഒരു റിസപ്ഷനോ വലിയ ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് വലിയ ആൾക്കാർ, വലിയ സോഷ്യൽ സ്റ്റാറ്റസുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അവർക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് പറ്റും, അപ്പം നമ്മൾ നമ്മുടെ ഒറിജിനലായിട്ടുള്ള കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ നമ്മൾ അതിലും കൂട്ടി പറയും. എന്താണ്, നമ്മൾ 500 ഏക്കർ സബർ ചെല്ലിത്തോട്ടം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ കൂട്ടി പറയും. നമ്മൾ ആദ്യം ടാക്സിൻ്റെ സമയത്തൊക്കെ നമ്മൾ കുറച്ച് കണ്ട്, പിന്നെ നമ്മൾ നമ്മുടെ എന്താണ് സിറ്റുവേഷൻ മാറുന്നതനുസരിച്ച് നമ്മളത് മാറ്റി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് നാച്ചുറൽ ബയസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് തന്നെയാണ് വേറൊരു എക്സാമ്പിളായിട്ട് താഴെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ സൈക്കോളജിക്കൽ സർവേസിനകത്ത് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഇതെന്താണ്, നിങ്ങൾ ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷനൊക്കെ കാണും. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, ഇത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അബ്നോർമലാണെന്ന് പറയും, ഇത് വിചാരിച്ചാൽ ഞാൻ നോർമലാണെന്ന് പറയും. അതുകൊണ്ട് ഞാൻ നോർമലായിട്ടുള്ളത് തന്നെ പറയാം, എനിക്ക് മറ്റേതാണ് തോന്നുന്നത്, പക്ഷേ ഞാൻ ഇതാ പറയുന്നുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. അത് ഒരു നമ്മുടെ ഒരു നാച്ചുറൽ സ്വഭാവമാണ് ഹ്യൂമൻ ബീങ്സിൻ്റെ. അപ്പോൾ അതിനെയാണ് നമ്മൾ നാച്ചുറൽ ബയസ് ഇൻ ദ റിപ്പോർട്ടിംഗ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഒരു സാമ്പിളിംഗ് ഡിസൈൻ എടുക്കാനായിട്ട് അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനായിട്ട്. അതാണ് ക്രൈറ്റീരിയയിലകത്ത് പറയുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് എന്താ, കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് സാമ്പിൾ ഡിസൈൻ. ഒരു ഗുഡ് സാമ്പിൾ ഡിസൈന് വേണ്ട എന്താണ് പ്രത്യേകതകൾ, സവിശേഷതകൾ എന്തൊക്കെയാണ്. സാമ്പിൾ ഡിസൈൻ മസ്റ്റ് റിസൾട്ട് ഇൻ എ truly representative sample. Sample design must be such which results in a small sampling error. Sampling design must be viable in the context of funds available for the research study. Sample design must be such so that systematic bias can be controlled in a better way. Sample should be such that the results of the sample study can be applied in general for the universe with a reasonable level of confidence. അപ്പോൾ എന്തൊക്കെയായിരിക്കണം, ആദ്യം നമ്മൾ പറഞ്ഞു ട്രൂലി റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സാമ്പിളായിരിക്കണം നമുക്ക് വേണ്ടത്. ഇവരെല്ലാവരും കറക്റ്റായിട്ട് അവരുടെ ഒരു എന്താ പറയുക, ഒരു പൊതു സ്വഭാവം കാണിക്കുന്ന ഒരു സാമ്പിളായിരിക്കും നമുക്ക് വേണ്ടത്. രണ്ടാമത്തെ, ചെറിയ സാമ്പിളിങ് എറർ വന്നാൽ നമുക്ക് വലിയ പ്രശ്നമില്ല. സ്മോൾ സാമ്പിളിങ് എറർ നമുക്ക് കുഴപ്പമില്ല, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. പിന്നെന്താണ്, നമ്മൾക്കിപ്പോൾ ഒരു സ്റ്റഡി ഡിസൈൻ അല്ലെങ്കിൽ ഒരു സാമ്പിൾ ഡിസൈൻ എടുത്തു, അപ്പോൾ അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയിലത്തെ സാമ്പിളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ്. പക്ഷേ എന്ന് വെച്ച് നമുക്ക് അവിടെ പോകാനോ അല്ലെങ്കിൽ അവരെ എങ്ങോട്ട് വിളിച്ച് വരുത്താനൊക്കെ ചെയ്യാൻ ശ്രമിക്കണമെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ കയ്യിലുള്ള ഫണ്ട് തികയില്ല. അപ്പോൾ അതിനും കൂടെ അനുസരിച്ച് വേണം നമ്മൾ സാമ്പിൾ ഡിസൈന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സാമ്പിൾ ഡിസൈൻ മസ്റ്റ് ബി സച്ച് ദാറ്റ് സിസ്റ്റമിക് ബയസ്, നേരത്തെ നമ്മൾ പറഞ്ഞു ബയസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണതിനകത്തും സിസ്റ്റമാറ്റിക് ബയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ സാമ്പിൾ എടുത്തതിനകത്ത് വന്ന പ്രശ്നങ്ങൾ, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തതിനകത്ത് വന്ന പ്രശ്നങ്ങളാണ് സിസ്റ്റമാറ്റിക് ബയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് എത്രത്തോളം നമുക്ക് എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കണം. അപ്പോൾ ചെറിയ മിസ്റ്റേക്കുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ മിസ്റ്റേക്കുകളാണെങ്കിൽ, ഇപ്പോൾ ചെറിയ ബയസാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബയസാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. പിന്നെ സാമ്പിൾ ഷുഡ് ബി സച്ച് ദാറ്റ് ദ റിസൾട്ട്സ് ഓഫ് ദ സാമ്പിൾ സ്റ്റഡി ക്യാൻ ബി അപ്ലൈഡ് ഇൻ ജനറൽ ഫോർ ദ യൂണിവേഴ്സ് വിത്ത് എ റീസണബിൾ ലെവൽ ഓഫ് കോൺഫിഡൻസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് നല്ല ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ 10 പേർക്ക് അഫക്റ്റ് ആവുണ്ടെന്നും പണ്ട് നമുക്ക് 500 പേർക്ക് പറയുന്നതിനേക്കാളും നമുക്ക് ഒരു 100-250 പേർക്കുണ്ടെങ്കിൽ നമുക്ക് അത്രയും എഫക്റ്റീവായിട്ട് പറയാം, ഞങ്ങളുടെ സ്റ്റഡി ശരിയാണ്, 250 പകുതി ആൾക്കാർക്കും ഇത് എഫക്റ്റീവാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഗുണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഇഫക്റ്റീവാണെന്ന് നമുക്ക് പറയാനായിട്ട്, നമുക്ക് അത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റും. ഞങ്ങളിപ്പോൾ ലെപ്രസിക്ക് ഒരു മരുന്ന് കണ്ടുപിടിച്ചു, കേരളത്തിലൊരു മരുന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അത് ഞങ്ങൾ കേരളത്തിൽ മാത്രമല്ല ലോകത്തുള്ള എവിടെയുള്ള ആൾക്കാരാണെങ്കിലും ഈ സെയിം ഡിസീസസ് കൊണ്ട് സഫർ ചെയ്യുന്ന ആൾക്കാർക്ക്
എന്താണ് റിലീഫ് ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിച്ചു, എന്ന് ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു സാമ്പിൾ സൈസ് ആയിരിക്കണം നമ്മൾ എടുത്തിട്ടുണ്ടാവേണ്ടത്. അപ്പോൾ അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് സാമ്പിൾ ഡിസൈനകത്ത് വരുന്ന കാര്യങ്ങൾ. പിന്നെന്താ സ്റ്റെപ്സ് ഇൻ സാമ്പിളിംഗ് ഡിസൈൻ, അതൊക്കെ സ്റ്റെപ്സ് ആണെന്ന്. അപ്പോൾ നമ്മുടെ സാമ്പിൾ ഡിസൈനെ സെലക്ട് ചെയ്യുന്നതിനകത്തുള്ള സ്റ്റെപ്പുകളാണ്, 5 സ്റ്റെപ്പുകളാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ഡിഫൈനിങ് ദ ടാർഗറ്റ് പോപ്പുലേഷൻ. അപ്പോൾ ടാർഗറ്റ് പോപ്പുലേഷനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ദ ടാർഗറ്റ് പോപ്പുലേഷൻ ഈസ് ദ പോപ്പുലേഷൻ ദാറ്റ് ദ റിസർച്ചർ തിങ്സ് ഹാസ് ദ ഇൻഫർമേഷൻ ഹി ഓർ ഷീ നീഡ്സ് ടു ക്യാരി ഔട്ട് ദ റിസർച്ച് പ്രോജക്റ്റ്. അപ്പോൾ നമ്മൾക്ക് ആരിലാണോ വേണ്ടത്, അപ്പോൾ ആരെയാണോ നമുക്കിപ്പോൾ നമ്മൾ ലെപ്രസിയുടെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ലെപ്രസി ഉള്ള ആൾക്കാർ ആരൊക്കെയാണോ അവരാണ് നമ്മുടെ ടാർഗറ്റ് പോപ്പുലേഷൻ. അപ്പോൾ അത് ഏതാണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ ലെപ്രസി തന്നെ ടൈപ്സ് ഓഫ് ലെപ്രസി ഉണ്ടല്ലോ, അപ്പോൾ അതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് പറയും. ഇപ്പോൾ നമ്മൾ ലെപ്രസിയിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ ടാർഗറ്റ് പോപ്പുലേഷൻ. അപ്പോൾ അടുത്ത ട്യൂബർക്കുലോസിസ് ലെപ്രസി പെടൂല. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് പറയാൻ പറ്റണം ഏതാണ് നമ്മുടെ ടാർഗറ്റ് പോപ്പുലേഷൻ എന്ന്. സെക്കൻഡ്, ഡിറ്റർമൈൻ ദ സാമ്പിൾ ഫ്രെയിം. എ സാമ്പിൾ ഫ്രെയിം ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ടാർഗറ്റ് പോപ്പുലേഷൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ, നമ്മളൊരു ഗ്രൂപ്പിനകത്ത് നിന്ന് കറക്റ്റായിട്ടുള്ള സാമ്പിളിനെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിനെ എടുക്കുക. ഡിറ്റർമൈനിങ് ദ സാമ്പിൾ ഫ്രെയിം, ഏതാണ് നമ്മൾ എടുക്കേണ്ട സാമ്പിൾ എന്ന് നമ്മൾ തീരുമാനിക്കുക. തേർഡ്, സെലക്ടിങ് എ സാമ്പിളിംഗ് ടെക്നിക്. സെലക്ടിങ് എ സാമ്പിളിംഗ് ടെക്നിക് മേ റിക്വയർ എ ലിറ്റിൽ ബിറ്റ് മോർ ടൈം ആൻഡ് മേ also involve several decisions such as whether to use a Bayesian or traditional sampling approach, sample with or without a replacement, and use non-probability or probability sampling. But the types of sampling എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിനകത്ത് പറയാം. ഇപ്പോൾ സെലക്ടിങ് ആയിട്ട് സാമ്പിളിംഗ് ടെക്നിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പം നമ്മുടെ എന്താണ് ഒരു ക്ലാസ്സിൽ തന്നെ നമ്മൾ ഒരു ഗ്രൂപ്പ് തിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ ടീച്ചർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ മാത്രം വിളിച്ചിട്ട് ഇപ്പോൾ വേണമെങ്കിൽ എന്താ എ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു ഗ്രൂപ്പ്, ബി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു ഗ്രൂപ്പ്, അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ഇപ്പം നമ്പർ കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് റോൾ നമ്പർ ഉണ്ട്, അപ്പോൾ എന്താ ഓഡ് നമ്പേഴ്സിന് ഒരു ഗ്രൂപ്പായിട്ട് എടുക്കാം, ഈവൻ നമ്പേഴ്സിന് ഒരു ഗ്രൂപ്പായിട്ട് എടുക്കാം. അപ്പോൾ അതൊക്കെ എന്താണ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ടെക്നിക്കാണ്. അപ്പോൾ എന്താണ് അപ്പോൾ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്താണ് ഏത് സാമ്പിളിംഗ് വെച്ചിട്ടാണ് നമുക്ക് ആൾക്കാരെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കണം. അപ്പോൾ അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ, ഡിറ്റർമൈൻ ദ സാമ്പിൾ സൈസ്. എത്ര പേര് വേണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 50 പേര് ക്ലാസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ 5 പേരെ എടുത്തിട്ടുണ്ടെങ്കിൽ 5 പേരെടുക്കുന്നതും അതിൽ 25 പേരുടെ അഭിപ്രായം എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ. അപ്പോൾ നമ്മൾ എത്ര സാമ്പിൾ സൈസ് വേണമെന്നുള്ള കാര്യം അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുക. 5 എടുക്കണോ 10 എടുക്കണോ എന്താണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു നമുക്ക് പറയാൻ പറ്റണം. എന്താ യൂണിവേഴ്സലായിട്ട് നമുക്ക് പറയാൻ പറ്റണം. 25 പേരുടെ അഭിപ്രായമാണ് 50 പേർക്ക് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും എളുപ്പമാണ്. 5 പേരുടെ വെച്ചിട്ട് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെയാണോ സാമ്പിൾ സൈസ്, നമുക്ക് സാമ്പിൾ സൈസ് കൂടുന്നതോറും നമ്മുടെ സ്റ്റഡിയുടെ വാലിഡിറ്റി കൂടും. ഇത്രയും ആൾക്കാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുക, നമ്മുടെ സ്റ്റഡി അത്രയും എഫക്റ്റീവാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതനുസരിച്ചുള്ള സാമ്പിൾ സൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാം. ലാസ്റ്റ്, എക്സിക്യൂട്ടിങ് ദ സാമ്പിളിംഗ് പ്രോസസ്സ്. അപ്പോൾ സാമ്പിൾ നമ്മൾ എന്താണ് നമ്മൾ തീരുമാനിച്ച് ആ കാര്യങ്ങൾ ഏത് സാമ്പിൾ ഡിസൈൻ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അത് വെച്ചിട്ട് നമ്മൾ ഏത് മെത്തഡാണോ എടുത്ത് അത് വെച്ചിട്ട് സാമ്പിളിങ് സ്റ്റാർട്ട് ചെയ്യുക. ആൾക്കാരെ സെലക്ട് ചെയ്തെടുക്കുക, എന്താണോ നമ്മൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം സ്റ്റാർട്ട് ചെയ്യുക, നമ്മുടെ സാമ്പിളിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഡിഫൈനിങ് ദ ടാർഗറ്റ് പോപ്പുലേഷൻ, ഡിറ്റർമൈനിങ് ദ സാമ്പിൾ ഫ്രെയിം, സെലക്ടിങ് എ സാമ്പിളിംഗ് ടെക്നിക്, ഡിറ്റർമൈനിങ് ദ സാമ്പിൾ സൈസ്, എക്സിക്യൂട്ടിങ് ദ സാമ്പിളിംഗ് പ്രോസസ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ടുള്ള സാമ്പിളിംഗ് മെത്തേഡ്സിനകത്ത് വരുന്നത്. പ്രോബബിലിറ്റി മെത്തേഡും നോൺ പ്രോബബിലിറ്റി മെത്തേഡായിട്ടാണ് നമ്മൾ മെയിനായിട്ട് സാമ്പിളിംഗ് മെത്തേഡിനെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സബ് ഡിവിഷൻസാണ് പിക്ചറിനകത്ത് കൊടുത്തിട്ടുള്ളത്.